ഒരിക്കൽ പഞ്ചാബ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മന്ദീപ് സിംഗ് ഒരു ചോദ്യം നേരിട്ടു. അഭിഷേക് ശർമ്മയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നതെന്ത്? വിവിധ വർണ്ണങ്ങളാൽ ശോഭിക്കുന്ന ഒരു തീജ്വാല. ഇതാണ് മന്ദീപ് നൽകിയ മറുപടി. ആ വാക്കുകൾ പോലെ തന്നെയാണ് അഭിഷേക്. ക്രിക്കറ്റ് ഗ്രൗണ്ടുകളിൽ അത് കാണാൻ സാധിക്കും. ഏതൊരു പന്തിനെയും അടിച്ചു പറത്തുന്ന ആക്രമണോത്സുക ബാറ്റിംഗിനുടമ. ഡൽഹി ക്യാപിറ്റൽസ് താരമായി അഭിഷേക് IPLന് അരങ്ങേറ്റം കുറിച്ചു. 18 പന്തിൽ 46 റൺസുമായി വരവറിയിച്ചു. അതിനുശേഷമുള്ള സീസണുകൾ സൺറൈസേഴ്സിനൊപ്പം. എന്നാൽ ഹൈദരാബാദിന് അത്ര മികച്ച സീസണുകളല്ല പിന്നീടുണ്ടായത്. ഇത്തവണ ബാറ്റിംഗ് നിര ശരിയായപ്പോൾ അയാളുടെ വിസ്ഫോടനവും പുറത്തു വന്നു. ട്രാവിസ് ഹെഡ്, ഹെൻറിച്ച് കാൾസൺ തുടങ്ങിയ ലോകോത്തര താരങ്ങളോട് കിടപിടിക്കുന്ന വെടിക്കെട്ട്. ഇന്ത്യൻ യുവതാരം ശുഭ്മൻ ഗില്ലിനൊപ്പമാണ് അഭിഷേകും കളിച്ചു വളർന്നത്. സ്ഥിരതയാർന്ന പ്രകടനം ഗില്ലിനെ വേഗത്തിൽ ഇന്ത്യൻ ടീമിലെത്തിച്ചു. വിസ്ഫോടനം നടത്താനാണ് എക്കാലവും അഭിഷേക് ആഗ്രഹിച്ചത്. അത് താരത്തിന്റെ സ്ഥിരതയെ ബാധിച്ചു. ഒരിക്കലും മികച്ച ഒരു ഇന്നിംഗ്സ് അയാളിൽ നിന്ന് പ്രതീക്ഷിക്കാനാവില്ല. പക്ഷേ ഭയമില്ലാതെ ഏതൊരു പന്തിനെയും അടിച്ചതിർത്തി കടത്താനാണ് അഭിഷേക് ക്രീസിലെത്തുന്നത്. 2020 ക്രിക്കറ്റിൽ 6 പന്തിൽ 6 സിക്സ് അടിച്ച യുവരാജ് സിംഗിന്റെ ശിഷ്യൻ. എക്കാലവും യുവരാജിനെ പോലെയാകാൻ ആഗ്രഹിച്ച താരം. ചെറുപ്പത്തിൽ ഒരിക്കൽ പോലും യുവരാജ് സിംഗിന്റെ ബാറ്റിംഗ് അഭിഷേക് കാണാതിരുന്നിട്ടില്ല. മറ്റൊരു യുവരാജാകാൻ അയാൾ പരിശീലനം നടത്തി. ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുമ്പോൾ മുതൽ യുവയുടെ പിന്തുണ അഭിഷേകിന് ലഭിച്ചു. തന്റെ പ്രിയ ശിഷ്യനെക്കുറിച്ച് ഇന്ത്യൻ മുൻതാരം നടത്തുന്ന പ്രവചനം ഇതാണ്: 6 മാസത്തിനുള്ളിൽ താൻ അയാളെ ഇന്ത്യൻ കുപ്പായത്തിൽ എത്തിച്ചിരിക്കും. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ഒറ്റ ആഗ്രഹം മാത്രം: യുവരാജ് ഒഴിച്ചിട്ട ആ 4-ാം നമ്പറിൽ അഭിഷേക് പകരക്കാരനാകണം.